ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ടൈമിലും നമുക്ക് മുട്ട വെച്ചിട്ട് ഇതുപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം. പിന്നെ ഇതാ 4 ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തത്. പിന്നെ 4 ഉള്ളി എടുത്തത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ്. ഒരു വലിയ ഉള്ളിയിലാണെങ്കിൽ 2 എടുത്താൽ മതി. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉള്ളിയിലും നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉള്ളിയും തക്കാളിയിലും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. രണ്ടും നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി ഇങ്ങനെ ചെറിയ തക്കാളി ഇടുന്നില്ലെങ്കിൽ വലിയൊരു തക്കാളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാനിതിലേക്ക് വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചതച്ചത്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി മാത്രമല്ല, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് 1/4 ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയിൽ ചേർത്തിട്ട് കുറച്ച് നേരം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിനി. ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, ഒന്ന് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്താലും മതി കേട്ടോ. ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയും, പിന്നെ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ എല്ലാം പകുതിയാണ് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ മസാല അല്ല ചേർക്കുന്നതെങ്കിൽ മീറ്റ് മസാലയില്ലേ, അതായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏത് മസാല ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. പിന്നെ കുരുമുളകെല്ലാം നമ്മൾ എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പെല്ലാം ഈ ഒരു മസാലയിൽ കൂടാണ്ട് നോക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ആണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഉള്ളിയും തക്കാളിയും മാത്രം ചേർത്തിട്ടില്ല, ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ചാലും ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് മാത്രമേ വേണ്ടൂ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇതാ നമുക്ക് പോള ചുടേണ്ട ഒരു ബാറ്റർ റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 കപ്പ് തന്നെ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചൂടാക്കാത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുട്ടയെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട്. പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ മൈദ അങ്ങനെ മിക്സ് ആവാണ്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബൗളിൽ നിന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ മിക്സിയിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കട്ട അങ്ങനെ കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ബാറ്ററിലുണ്ടല്ലോ ഉപ്പ് കൂടാണ്ട് നോക്കണം. ഉപ്പ് കുറച്ച് കൂടിയാൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കാണിക്കും, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് മുട്ട. ഞാൻ 3 മുട്ടയിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ട 4 പീസാക്കിയിട്ട് അങ്ങനെ കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മുട്ടയും 4 പീസാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതുപോലെ 4 പീസാക്കണമെന്നൊന്നുമില്ല, പകുതി ആക്കിയാലും കുഴപ്പമില്ല, മുട്ടൻ്റെ അളവ് കൂടിയാലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതാ ഞാൻ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് ഗീയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 ഭാഗമാണ് കേട്ടോ അത് ഒഴിക്കുന്നത്. എന്നിട്ട് 1/4 ഭാഗം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് ബാക്കി 1/4 ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ ആ ഒരു ലെയർ പകുതിയാണ് കേട്ടോ, പകുതി ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് പകുതി ബാറ്റർ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ സമയത്തൊന്നും ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. പാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതാ നമ്മൾ നേരത്തെ പുഴുങ്ങിയിട്ട് മാറ്റി വെച്ച മുട്ടയില്ലേ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ മുട്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ
കാൽഭാഗം ആക്കണമെന്നില്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പകുതി ആക്കിയാലും കുഴപ്പമില്ല. മുട്ടൻ്റെ എല്ലാം അളവ് അങ്ങനെ കൂട്ടിയെടുത്താൽ മതി. ഒരു 5 മുട്ടയെല്ലാം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിത് കംപ്ലീറ്റ് മുട്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതാ മുട്ടയിലൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബാക്കി ബാറ്ററിയിലെ പകുതി അത് മുട്ടയും മസാലയെല്ലാം ഒന്ന് കവറാകുന്ന വിധത്തിൽ ഒന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പോളൻ്റെ മേലേക്ക് ഉണ്ടല്ലോ, ബാറ്ററിൻ്റെ മേലേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, തക്കാളി കട്ട് ചെയ്തത്, റൗണ്ടിൽ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ മല്ലിയില അങ്ങനെയെല്ലാം വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. ഞാനിതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ കാണാനുള്ള മുഞ്ചിനെല്ലാം വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തത്, ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ടിതാ 20 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് മതിയായിട്ടാ. എന്നിട്ടിതാ ഇതിൻ്റെ മുകൾ ഭാഗം ഓൾറെഡി കുക്കായതാണ്. ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ള പോളയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയില്ലെങ്കിൽ ഇൻഷാല്ല എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്ക്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കണ്ട കേട്ടോ. ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.